നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും പാട്യാല ഹൌസ് കോടതി ജാമ്യം അനുവദിച്ചു. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഹാജരായ സോണിയയും രാഹുലും നൽകിയ ജാമ്യാപേക്ഷ കോടതി സ്വീകരിക്കുകയായിരുന്നു. ഇരുവർക്കും 50,000 രൂപയുടെ ബോണ്ടിലും ഒരാളുടെ ഈടിലുമാണ് ജാമ്യം ലഭിച്ചത്. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് നാഷണൽ ഹെറാൾഡ് കേസ് ദില്ലി പാട്യാലയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പരിഗണിച്ചത്. ഈ കേസ് പരിഗണിച്ച ഉടൻ തന്നെ കപിൽ സിബൽ മുതിർന്ന അഭിഭാഷകൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടി വാദം ആരംഭിച്ചു. ജാമ്യം അനുവദിക്കണമെന്ന കപിൽ സിബലിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. തുടങ്ങി 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിലും ആൾ ഈടിലും ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടു. പക്ഷേ ഇതിന് മറ്റു ഉപാധികൾ കൂടി ഉൾപ്പെടുത്തണം എന്ന് ഹർജിക്കാരനായ സുബ്രഹ്മണ്യ സ്വാമി ആവശ്യപ്പെട്ടു. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ ഇരുവരും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ രാജ്യം വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കേസിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പാസ്പോർട്ട് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ വേണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഇത് കോടതി അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല. നിലവിൽ രാജ്യത്ത് വളരെ വിപുലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും വേരുകളുമുള്ളവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ രാജ്യം വിട്ടു പോകുമെന്ന ഭയം കോടതിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തള്ളി പകരം വ്യക്തിഗത ജാമ്യത്തിലും ആളീടിലും ഇവർക്ക് ജാമ്യം അനുവദിച്ചു. സോണിയാഗാന്ധിക്ക് വേണ്ടി AK ആന്റണിയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഈ ആളീട് നിന്നു. ബാക്കിയുള്ള പ്രതികളായ കോൺഗ്രസ് ട്രഷറർ മോട്ടിലാൽ ഓറയ്ക്ക് വേണ്ടി അജയ് മാക്കനാണ് ജാമ്യം നിന്നത്. ഗുലാം അലി ആസാദ്, ഓസ്കാർ ഫെർണാണ്ടസിന് വേണ്ടിയും സുമൻ ദുബായിക്ക് വേണ്ടി മല്ലികാർജുന ഖാർഗെയും ജാമ്യം നിൽക്കുകയുണ്ടായി. ഈ കേസിലെ 6ാം പ്രതിയാണ് സാംപിത്രോ അമേരിക്കയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യപരമായ കാരണങ്ങൾ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അത് അംഗീകരിച്ചുകൊണ്ട് കോടതി സാംപിത്രോയ്ക്ക് തുടർ ദിവസങ്ങളിൽ വാദത്തിൽ ഹാജരാകുന്നതിൽ ഇളവ് അനുവദിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ എന്തായാലും ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അടുത്ത വാദം ഫെബ്രുവരി 20 ഉച്ചയ്ക്ക് 2 മണിക്ക് കോടതി മാറ്റിയിട്ടുണ്ട്. വിശദമായ വാദം ഈ കേസിൽ കേൾക്കും. അന്ന് എല്ലാവരും ഇതേ സാഹചര്യത്തിൽ തന്നെ കോടതിയിൽ ഹാജരാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം ജാമ്യം ലഭിച്ച സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ACC ആസ്ഥാനത്തെത്തി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ കണ്ടു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. BJPയുടെ രാഷ്ട്രീയ വേട്ടയാടലാണ് കേസെന്നാണ് സോണിയയും രാഹുലും ആരോപിച്ചിരിക്കുന്നത്. സന്തോഷ് സർലിംഗ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മോദി സർക്കാർ കോൺഗ്രസിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്, എന്നാൽ കോൺഗ്രസ് മുട്ടുമടക്കില്ലെന്ന് വിധിക്ക് ശേഷം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. मौजूदा केंद्र सरकार अपने विरोधियों को जानबूझकर निशाना बना रही है और इसके लिए वो सरकारी एजेंसी का पूरी तरह से इस्तेमाल कर रही है. हम में से कोई भी डरने वाला नहीं है. मोदी जी झूठे इल्जाम लगवाते हैं और वो सोचते हैं कि विपक्ष झुक जाएगा. मैं हिंदुस्तान के हर नागरिक को बताना चाहता हूं कि मैं और कांग्रेस पार्टी नहीं झुकेंगे. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് കരുത്തുപകരാൻ അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു തുടങ്ങിയതാണ് നാഷണൽ ഹെറാൾഡ് പത്രം. പിന്നീട് യങ് ഇന്ത്യൻ എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് 2,000 കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റ് ജേണലിനെ സോണിയയും രാഹുലും ചേർന്ന് സ്വകാര്യ സ്വത്താക്കി മാറ്റിയെന്നതാണ് കേസ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലാണ് നാഷണൽ ഹെറാൾഡിന്റെ പിറവി. അന്ന് നിലവിലുണ്ടായിരുന്ന പത്രങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി മാത്രം വാർത്തകൾ എഴുതിക്കൊണ്ടിരുന്ന കാലം. ഈ സമയത്താണ് സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന് ഊർജം പകരാനായി ഒരു പത്രമുണ്ടാകണമെന്ന ചിന്ത ഉടലെടുക്കുന്നത്. അങ്ങനെയാണ് നാഷണൽ ഹെറാൾഡിന്റെ പിറവി. അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് 1938 ജവഹർലാൽ നെഹ്റുവാണ് നാഷണൽ ഹെറാൾഡ് തുടങ്ങുന്നത്. പിന്നീട് പത്രം പ്രതിസന്ധിയിലായി. 2008 ഏപ്രിലിൽ പത്രത്തിന്റെ പ്രസിദ്ധീകരണം പൂർണ്ണമായും മുടങ്ങി. ഈ സമയത്താണ് കോൺഗ്രസ് പലിശരഹിത വായ്പ നൽകുന്നത്. 2010 ഈ വായ്പ 90 കോടി രൂപയായി ഉയർന്നു. ഈ സമയത്താണ് യങ് ഇന്ത്യൻ കമ്പനിയുടെ വരവ്. സോണിയയും രാഹുലുമായിരുന്നു ഈ കമ്പനിയുടെ പുറകിൽ. അസോസിയേറ്റ് ജേണലിന് നൽകിയ 90 കോടി കടത്തിന്റെ ഉത്തരവാദിത്തം യങ് ഇന്ത്യനിലേക്ക് മാറ്റാൻ AICC നിർണായക തീരുമാനമെടുക്കുന്നത് ഈ ഘട്ടത്തിലാണ്. 50 ലക്ഷം രൂപയാണ് യങ് ഇന്ത്യൻ എന്ന കമ്പനി ഈ ഏറ്റെടുക്കലിന് നൽകിയ പണം. അങ്ങനെ 90 കോടിയുടെ കടം ഏറ്റെടുത്തും 50 ലക്ഷം രൂപ മാത്രം അധികം നൽകിയും 2,000 കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റ് ജേണലിനെ
യങ് ഇന്ത്യൻ എന്ന കമ്പനി സ്വന്തമാക്കി. എന്നാൽ കോൺഗ്രസിന്റെ 90 കോടി രൂപയുടെ കടം തീർക്കാനുള്ള ഒരു ശ്രമവും കമ്പനി നടത്തിയില്ല. പാർട്ടി ആവശ്യപ്പെട്ടതുമില്ല. നാഷണൽ ഹെറാൾഡ് പുറത്തിറങ്ങിയതുമില്ല. ആയിരക്കണക്കിന് ദേശസ്നേഹികൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വിശ്വസിച്ചേൽപ്പിച്ച നാണയത്തുട്ടുകളും വിയർപ്പുമാണ് ഏതാനും വർഷങ്ങളിലെ ചൂതാട്ടത്തിലൂടെ സോണിയയും രാഹുലും സ്വകാര്യ സ്വത്താക്കി മാറ്റിയത്. ഇതാണ് സുബ്രഹ്മണ്യം സ്വാമിയിലൂടെ കത്തിപ്പടർന്ന് കോൺഗ്രസിന്റെ തായ്വേരിറക്കുന്ന ഏറ്റവും വലിയ അഴിമതി കേസായി പരിണമിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്. കത്ത് വിവാദം മുറുകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ദില്ലിയിൽ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ദില്ലി സന്ദർശനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് ദില്ലിയിലെത്തിയതെന്നും ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും KPCC നേതൃത്വത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് ഹൈക്കമാൻഡിന് അയച്ച കത്ത് ചെന്നിത്തല നിഷേധിച്ചെങ്കിലും കത്തിലെ ഉള്ളടക്കം കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമാണ് എന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാട്. ദില്ലിയിലെത്തിയ രമേശ് ചെന്നിത്തലയും കത്തിലെ ഉള്ളടക്കം നിഷേധിക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മൗനം പാലിക്കുകയായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ KPCC യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പാർട്ടി യോഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ പുറത്തു പറയുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സന്ദർശനം വ്യക്തിപരമാണെന്നും രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ വന്നത് ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്നലെ KPCC എക്സിക്യൂട്ടീവിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതെല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ പ്രതികരിക്കാനില്ല. AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചെന്നിത്തല നിലപാട് വിശദീകരിച്ചു. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട തിരക്കിലായതിനാൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ വിഷയങ്ങൾ വിശദീകരിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല. AK ആന്റണിയും ചെന്നിത്തലയും അമേരിക്കയിലേക്ക് പോകുന്നതിനാൽ ഈ മാസം 22-ന് ഹൈക്കമാൻഡ് വിളിച്ച യോഗം മാറ്റിവെച്ചേക്കും. 28-ാം തീയതി ഇരുവരും തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സുധീരനും പങ്കെടുക്കുന്ന കേരളത്തിലെ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കുക. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രണ്ടായി ചേരിതിരിഞ്ഞുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്നുവെന്നും എന്നിട്ടും മുഖ്യമന്ത്രി കടിച്ചു തൂങ്ങുകയാണെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രണ്ടായി ചേരിതിരിഞ്ഞിരിക്കുകയാണ്. അതിലൊരു വിഭാഗം ഉമ്മൻചാണ്ടി നടത്തുന്ന അഴിമതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് ഈ വിവാദം തെളിയിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞൊരു മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ. അഴിമതി എല്ലാ സീമകളിൽ ലംഘിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കത്തിൽ ആക്ഷേപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർന്നു എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിക്ക് കൈരളി പീപ്പിളിന്റെ നിവേദനം. റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന പേരിൽ ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് നിവേദനം നൽകുന്നത്. ഇന്ധനവില കുറയ്ക്കാൻ പീപ്പിൾ ക്യാമ്പയിൻ. പീപ്പിൾ ക്യാമ്പയിനിൽ അണിചേരും. പ്രധാനമന്ത്രിക്ക് സന്ദേശമെത്തിക്കാൻ ഹാഷ്ടാഗ് ക്യാമ്പയിൻ #റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM. ഫേസ്ബുക്കിൽ ഇതേ പേരിൽ പേജും. അണിചേരുക. മാധ്യമമെന്ന നിലയിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഇന്ധനവില കുറയ്ക്കണമെന്ന ആവശ്യവുമായി കൈരളി പീപ്പിൾ TV റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന ഹാഷ്ടാഗിൽ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ അസംസ്കൃത എണ്ണ ബാരലിന് $120 വില. ഇപ്പോൾ അത് $36 താഴ്ന്നിരിക്കുന്നു. എന്നാൽ പെട്രോൾ വിലയിൽ 69 രൂപ 15 പൈസയിൽ നിന്നും 63 രൂപ 67 പൈസ എന്ന നിലയിലേക്കുള്ള കുറവ് മാത്രമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താവിന് ലഭിക്കേണ്ട മെച്ചം എക്സൈസ് തീരുവ ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊള്ളയടിക്കുകയാണ്. പെട്രോൾ ലിറ്ററിന്റെ വിലയുടെ 69.59% ഈ ഇനത്തിലാണ് ഈടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭരണകൂടത്തിന്റെ കൊള്ളയ്ക്കെതിരെ കൈരളി പീപ്പിൾ TV ജനാഭിപ്രായം സ്വരൂപിക്കാൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രതികരണമാണ് ക്യാമ്പയിന് ലഭിച്ചത്. ആയിരക്കണക്കിന് പേർ പിന്തുണ പ്രഖ്യാപിച്ചു. ജനമനസ് പറയുന്നത് പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ടത് കൈരളി പീപ്പിൾ സാമൂഹികപരമായ കടമയായി കാണുന്നെന്നും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പെട്രോൾ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കൈരളി ക്യാമ്പയിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു കൂട്ടം യുവാക്കൾ ബൈക്ക് റാലി നടത്തുന്നു. ബൈക്ക് റൈഡേഴ്സ് ക്ലബ്ബായ സ്ട്രോക്കേഴ്സ് മലബാറാണ് ക്യാമ്പയിനെ പിന്തുണച്ച് റാലി നടത്തുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുമ്പോഴും രാജ്യത്തെ ആഭ്യന്തര വിപണിയിൽ പെട്രോൾ വില കുറയാത്ത സാഹചര്യത്തിലാണ് കൈരളി TV ഇന്ധനവില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് #വാർത്താ ക്യാമ്പയിൻ ആരംഭിച്ചത്.
മികച്ച പിന്തുണയാണ് സമൂഹത്തിലും സോഷ്യൽ മീഡിയകളിലും കൈരളി ടിവിയുടെ വാർത്താ ക്യാമ്പയിന് ലഭിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന കൈരളി ടിവിയുടെ പുതിയ ഉദ്യമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബൈക്ക് റാലി സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് മലബാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൈക്ക് റൈഡേഴ്സ് ക്ലബ്ബായ സ്ട്രോക്കേഴ്സ്. എൻ്റെ പേര് പൃഥുൽ. ഞാൻ സ്ട്രോക്കേഴ്സ് മലബാർ കാലിക്കറ്റ് ഹെഡാണ്. ഞങ്ങൾ ഒരു 300 ബൈക്കോളം നിരത്തിയിട്ട് ഇതിൻ്റെ ഭാഗമാകാൻ, കൈരളി ടിവിയുടെ ഭാഗമാവാൻ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്രോൾ വില വർധന, അത് എന്തുകൊണ്ട് ഇതുവരെ വിലയിൽ വരാത്ത മാറ്റം, അതെങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാം. നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് 170 കിലോമീറ്റർ പിന്നിട്ട് തലശ്ശേരിയിൽ റാലി സമാപിക്കും. സ്ട്രോക്കേഴ്സ് ക്ലബ്ബ് സമാഹരിച്ച ധനസഹായം തലശ്ശേരി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് നൽകാനും കൂടിയാണ് 300 പേരടങ്ങുന്ന സംഘം ബൈക്ക് റാലി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.